ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ഗ്രേഡ് എസ്ഐമാർ. രക്ഷാപ്രവർത്തനം അന്വേഷിക്കുന്ന ഷൗക്കത്തലിക്ക് മുന്നിലായിരുന്നു കരഞ്ഞുകൊണ്ടുള്ള മൊഴി. ഇനി ഒടുവിൽ കാണാൻ പോകുന്ന കാഴ്ച ഉന്നത ഉദ്യോഗസ്ഥർ അഴിക്കുള്ളിലേക്ക് പോകുന്നതാണ്. അങ്ങനെയുള്ള മൊഴികളാണ് MR അജിത് കുമാറിനെതിരെ SIമാരായ ഗിരീഷും ശ്രീകാന്തും നൽകിയിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രമാണ് ചെയ്തതെന്ന് SIമാർ പറഞ്ഞു. കേസിന്റെ തുടക്കം മുതൽ പ്രതികളായ ഗൺമാൻമാരെയും മറ്റഞ്ച് പോലീസുകാരെയും പൂർണ്ണമായി രക്ഷിച്ചെടുക്കാൻ വേണ്ടി ADGPയുടെ നേതൃത്വത്തിൽ ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നിരുന്നു. ഇതിന്റെ ഭാഗമായി ഔദ്യോഗിക ഫയലുകളിൽ നിന്നും കേസ് ഡയറിയിൽ നിന്നും പ്രധാനപ്പെട്ട പല രേഖകളും സാക്ഷിമൊഴികളും മാറ്റിസ്ഥാപിക്കാൻ നിർദ്ദേശമുണ്ടായി. യഥാർത്ഥ രേഖകൾക്ക് പകരം പ്രതികൾക്ക് അനുകൂലമായ പുതിയ രേഖകൾ കൃത്രിമമായി നിർമ്മിച്ചു വെക്കുകയാണ് ചെയ്തത്. ഈ കേസ് ഡയറി തിരുത്തുന്നതിനായി ADGP നേരിട്ടാണ് നിർദ്ദേശങ്ങൾ നൽകിയതെന്ന് SIമാർ വെളിപ്പെടുത്തി. നവകേരള സദസ്സിലെ മർദ്ദനം കേവലം ഒരു രക്ഷാപ്രവർത്തനം മാത്രമായിരുന്നു എന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ റിപ്പോർട്ടുകൾ മാറ്റിയെഴുതാൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ച് സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. കേസ് വേഗത്തിൽ എഴുതിത്തള്ളി പ്രതികളെ രക്ഷിക്കാനുള്ള നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കാനാണ് ADGP നിർദ്ദേശിച്ചതെന്നും SIമാർ മൊഴി നൽകിയിട്ടുണ്ട്. തിരുത്തലുകൾ വരുത്താൻ ആവശ്യപ്പെട്ട നിർണായകമായ നിർദ്ദേശങ്ങൾ ADGP നൽകിയത് വയനാട് ദുരന്ത സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്ന വേളയിലായിരുന്നു എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഒരു വലിയ ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ പോലും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഈ കേസ് അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥൻ സമയം കണ്ടെത്തിയെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരെയും അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കീഴുദ്യോഗസ്ഥർ ഒന്നടങ്കം ഇത്തരമൊരു വലിയ നിയമവിരുദ്ധമായ പ്രവൃത്തിക്ക് കൂട്ടുനിന്നു എന്ന ഗുരുതരമായ അവസ്ഥയാണ് ഈ കണ്ടെത്തലിലൂടെ തെളിയിക്കുന്നത്. കൃത്രിമമായി നിർമ്മിച്ച ഫയലുകളുടെയും തിരുത്തലുകളുടെയും യഥാർത്ഥ ഉറവിടം തേടിയുള്ള അന്വേഷണം ഇപ്പോൾ മുൻ DGPയുടെ ഓഫീസിലേക്ക് നേരിട്ട് നീങ്ങാൻ കാരണവും ഇത് തന്നെയാണ്. 2023 ഡിസംബറിൽ ആലപ്പുഴയിൽ വെച്ചാണ് നവകേരള സദസ്സിന്റെ ബസിന് കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരിൽ നിന്നും പോലീസിൽ നിന്നും അതിക്രൂരമായ മർദ്ദനമേറ്റത്. ഈ അക്രമ സംഭവത്തിന്റെ യഥാർത്ഥ വീഡിയോ ദൃശ്യങ്ങളും അന്നത്തെ ലോക്കൽ അന്വേഷണ സംഘം കോടതിക്കായി രേഖപ്പെടുത്തിയ സാക്ഷിമൊഴികളും തമ്മിൽ കടുത്ത പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് SIT നിലവിൽ വിലയിരുത്തുന്നത്. മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ജനങ്ങൾ കണ്ട ദൃശ്യങ്ങളിൽ ഗൺമാൻമാരുടെ ക്രൂരമായ നഗ്നമർദ്ദനം വ്യക്തമായി കാണാമെങ്കിലും മുൻപ് പോലീസ് കോടതിയിൽ തയ്യാറാക്കി നൽകിയ റിപ്പോർട്ടുകളിൽ ഇതിനെയെല്ലാം ന്യായീകരിക്കുന്ന തരത്തിലുള്ള വാദങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അതേസമയം ഗൺമാൻമാരുടെ മർദ്ദനവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നതിന് തൊട്ടു മുൻപായി SIT പുതിയ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കോടതി കഴിഞ്ഞ തവണ ഉന്നയിച്ച കടുത്ത ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടികൾ ഉൾപ്പെടുത്തിയാണ് അന്വേഷണ സംഘം ഈ പുതിയ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് SIT തങ്ങളുടെ പുതിയ റിപ്പോർട്ടിലൂടെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇത് പ്രതികളായ ഉദ്യോഗസ്ഥർക്കും അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചവർക്കും വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യലിലൂടെ ലഭ്യമായ ഈ പുതിയ വിവരങ്ങളും SIമാരുടെ നിർണായക മൊഴികളും കേസിന്റെ തുടരന്വേഷണത്തെയും വരും ദിവസങ്ങളിലെ അടിയന്തര നടപടികളെയും വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനകൾ. മുൻപ് ഭരണ സ്വാധീനത്താലും ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകളാലും ഒതുക്കി തീർക്കാൻ ശ്രമിച്ച കേസിൽ ശാസ്ത്രീയമായ പുതിയ തെളിവുകൾ ലഭിക്കുന്നതോടെ കേസ് അട്ടിമറിക്കാനും വ്യാജരേഖകൾ ചമയ്ക്കാനും ശ്രമിച്ച കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരും ദിവസങ്ങളിൽ പ്രതിപ്പട്ടികയിലേക്ക് വരാനുള്ള സാധ്യതകളും നിലവിൽ തള്ളിക്കളയാനാവില്ല.